കലാം മനുഷ്യനാകുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ അത്ഭുത മനുഷ്യനാകുന്ന നമ്മളെപ്പോലെ ചെവി കൊണ്ട് കേൾക്കാനും നാവ് കൊണ്ട് സംസാരിക്കാനും കണ്ണുകൊണ്ട് കാണാനും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാനുള്ള നമ്മളെപ്പോലെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു മനുഷ്യനിലേക്കാണ് വള്ളിയും പൊള്ളിയും ശബ്ദവും ഒന്നുമില്ലാത്ത വിശുദ്ധ ഖുർആൻ വരുന്നത്. അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ, ഒരു വസീലയായും കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിർത്തിയത് അല്ലാഹുവിന്റെ കലാം മനസ്സിലാക്കി കൊടുക്കാനാണ്. ആ കലാം നമ്മളിലേക്ക് എത്തിയപ്പോൾ 602 പേജുകളായി 30 ജുസുകളിലായി 114 സൂറത്തുകളിലായി നമ്മളിലേക്ക് വന്നപ്പോൾ 602 പേജ്. 602 പേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പേജ് വെച്ച് മനഃപ്പാഠമാകുന്നതാണെങ്കിൽ 602 ദിവസം 2 അര പേജാണെങ്കിൽ 4 കൊല്ലം വരും. 2 പേജാണെങ്കിൽ 325 ദിവസം മതി, അല്ലെങ്കിൽ 350 കൊല്ലം മതി. ഈ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലേക്കൊന്ന് ചിന്തിക്കാം. ഒരു പേജ് നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയും, അര പേജ് കഴിയും. ഒരു 4 ആയത്ത് ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് തോർത്താൽ നമുക്ക് കിട്ടുന്നില്ല. ആ സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ പരിശുദ്ധ ഖുർആൻ 1.5 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും പഠിച്ച് അത് പൂർത്തീകരിക്കുന്നത്. അവരുടെ അധ്വാനം, അവരുടെ പ്രയത്നം, അവരുടെ സമയം, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉസ്താദുമാർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഇതിന്റെ ഭാരവാഹിമാർ, ഇതൊന്നും നഷ്ടപ്പെടുന്ന കാര്യമായി. എല്ലാം ദുനിയാവിൽ അതിന്റെ പ്രതിഫലം കിട്ടും, ഭാരത ലോകത്തും അതിന്റെ പുണ്യം. ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും മഹത്തരമായത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അത് പൊതുജനത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാണ്.